കഥ ഏതായാലും ഗൾഫൊക്കെ അല്ലേ ഈ ചായന്റെ കാര്യം ഇന്നത്തെ എല്ലാ കായും മൂപ്പരെ മൂപ്പരെ കൊണ്ട് കൊടുപ്പിക്കുന്ന കാര്യം ഞാൻ നാല് ഡയലോഗും കാര്യമൊക്കെ ചോദിച്ചാൽ സെറ്റാക്കിയാൽ മതി കൂടി തന്നാ മതിട്ടാ സാധനം മാറിക്കല്ലേ. ബാബുപ്പങ്ങളെ കണ്ടപ്പാണ് മുങ്ങിയതാ തന്നെ ചായ ചായ അവിടെ കണ്ടപ്പോ ഇവിടെ ഒരു ചായയും കൂടി കൊടുക്കേ. വേറെന്താ പാട്? വേറെന്താ അങ്ങനെ പോണേ. എന്തൊക്കെ നിങ്ങളെ വർത്താനം? എന്താ അവിടുത്തെ പാട്? അവിടുത്തെ പാടൊക്കെ പറയണേ ഒരുപാട് പറയാനുണ്ട്. ഇവിടുത്തെ പരിപാടിയൊക്കെ അവിടെ ഉണ്ട്. SIR ഒക്കെ SIR ഒന്നും അവിടെ ഇല്ല. അവിടെ ആ വക സംഗതി ഒന്നും ഇല്ലല്ലോ. അവിടെ ഒറ്റ ബിത്താക്ക ലായില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആയി. മനസ്സിലായി? അതുണ്ടായി തന്നെ അവിടുത്തെ പ്രശ്നം തീർന്നു. ഇവിടെ അങ്ങനല്ല. ഇവിടെ ശ്രീറാം കാറ്റ്, മറ്റേ കാറ്റ്, മറിച്ചേ കാറ്റ്, കുന്തം കാറ്റ്, ആ കാറ്റ്, ഈ കാറ്റ്, ഒരു 1500 കാറ്റ് വേണം. അവിടെ ഒന്നും വേണ്ട. കുറച്ച കാറ്റുണ്ടായ എല്ലാവർക്കും മതി. കുടുംബസമേതം. പ്രത്യേക വിവരമൊന്നുമില്ല. ഇപ്പം എൻ്റെ പിന്നെ അറബിക്ക് ഒരു വലിയ സുഖം പോരാ. ആ ഗ്യാപ്പിൽ ഞാൻ ലീവ് അടിച്ച് പോന്നാണ്. അറബിക്ക് എനിക്ക് പോരാൻ വേണ്ടിയിട്ടാണ് അവിടെ വേറെ ആളെ കൊടുക്കുന്നത്. അപ്പോൾ അറബി ബംഗ്ലാദേശിക്ക് വിസ ഇന്ത്യക്കാരിഞ്ഞ് മതി, ഒരു ബംഗാളി മതി അറിഞ്ഞിരുന്നു. അങ്ങനെ ബംഗ്ലാദേശിക്ക് ഒരു വിസ അയച്ചിട്ട് ഒരു ബംഗാളി വന്നപ്പോൾ എയർപോർട്ടിൽ നിന്നാണ് ബോധം കെട്ട എൻ്റെ അറബി. അതെന്തെന്ന് വെച്ചാൽ ഈ ഗൾഫിക്ക് പണ്ട് അല്ല അവിടുന്ന് പിന്നെ ബംഗ്ലാദേശിക്ക് ഹൗസ് ഡ്രൈവർക്ക് വേണ്ടിയിട്ടൊരു വിസ അയച്ചിരുന്നു എൻ്റെ അറബി. ബംഗാളി മതി, ഇന്ത്യ മാഫി കോയിസ് എന്ന് പറഞ്ഞാണ്ട് ബംഗാളിനെ കൊടുന്നേന്ന് അന്ന്. അങ്ങനെ ഇപ്പം അവിടുന്ന് വിസ അടിച്ചിങ്ങാണ്ട് വന്നതെന്നല്ല, ഒരു അന്തം വിട്ട ഒരു ബംഗാളി. ഇവന് കാറ് മര്യാദയ്ക്ക് ഓട്ടുണ്ടെന്നും അറിയില്ല. അങ്ങനെ ഈ കാറേറ്റ് പോയാണ്ടത് ഇവിടേക്ക് കൊണ്ടുപോയി കുത്തിച്ച് ഇടങ്ങാറിൻ്റെ ഒലുങ്കഞ്ഞായിട്ട് അറബി അവസാനം ഇജ്ജ് കാറേറ്റ് പോകണ്ട അറിഞ്ഞാണ്ട് ഓനൊരു സൈക്കിള് വാങ്ങിക്കൊടുത്തു. സൈക്കിള് വാങ്ങിക്കൊടുത്തുകൊണ്ട് പീടി പോകാനും ബഗാലിയിൽ നിന്ന് സാധനം കൊണ്ടുവരാനെല്ലാം കൂടിയിട്ട് ഇങ്ങനെ. അങ്ങനെ ഒരു ദിവസം ഉണ്ട് പോണ് അറബിക്ക്. അപ്പോൾ സൈക്കിൾ ഏതോ ഒരു വണ്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയാണ്ട് ചെറുക്കൻ്റെ കജ്ജും കാലും ഒക്കെ മുറിഞ്ഞു. അങ്ങനെ അവിടുത്തെ നിയമല്ലേ ഇവനെ ശുശ്രൂഷിച്ച് ശരിയാക്കിയിട്ട് വേണം ഇവനെ നാട്ടിലേക്ക് പറഞ്ഞേക്കണില്ല. അങ്ങനെ ഇവനെ തൂർച്ചലും കൊകിച്ചലും കുളിപ്പിച്ചലും തീറ്റിച്ചലും ഒക്കെ അറബിയനായിരുന്നു. അതന്നെ ഒരു പണിയായി. അങ്ങനെ എല്ലാം കൂടി ഒരു വിധം ഇവനെ സലാമത്തായി ഇവനെ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് ഇവനെ കയറ്റി വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ബാബാ നമ്മൾ കൊണ്ടുവരാൻ ഒരു ഇന്ത്യക്കാരനെ കൊണ്ടുവരഞ്ഞ് ലാ അനെ പോകാ ദറൂറി ബംഗാളി ഇറങ്ങി. എന്നാൽ ആയിക്കോട്ടെ ബംഗാളി പോലത്തി കൂടെ ഇറങ്ങി. പിന്നെയും പേപ്പർ അയച്ചപ്പോൾ പേപ്പറൊക്കെ അയച്ച് അവിടുന്ന് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് വിസ അടിച്ച് രണ്ടാമത് ബംഗാളി എയർപോർട്ടിൽ വന്ന് കിടക്കും ഹൗസ് ഡ്രൈവർ. അങ്ങനെ ഇപ്പം കൊണ്ടുവരാൻ വേണ്ടി എയർപോർട്ട് പോയതാ. എയർപോർട്ടിൽ ചെന്ന് നോക്കുമ്പോൾ പിന്നെ ആ പോയ ബംഗാളിയാണ് ഈ വന്നിട്ടുണ്ട് ഈ വിസയിൽ. ഓൻ ബോധക്കേടില്ലാതെ പിന്നെ എന്താ കാട്ടുക. അങ്ങനെ ആകെ ഇപ്പോൾ ആ സാധു ടയേർഡായി കിടക്കുക. ആ ഗ്യാപ്പിൽ എൻ്റെ റീഎൻട്രി അടിച്ച് ഞാനൊന്ന് നാട്ടിൽ പോയി തരാനായിട്ട് പോകാം. ബാക്കി ചെന്നിട്ടാണ് തീരുമാനിച്ചാൽ. വേറെന്താ പ്രത്യേകിച്ച്? ഞാൻ അവിടുന്ന് കാണാൻ നമുക്ക് കേട്ടോ. ആയിക്കോട്ടെ. ബാബുങ്ങളെ ചോദിച്ചു കേട്ടോ. ഓനോട് ഒന്ന് ഞാൻ കാണണമെന്ന് പറഞ്ഞു. പിന്നെ മാല ഇട്ടിക്കണം, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ കാണും.